2014 ഒക്ടോബർ മാസം തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലെ പാലക്കോട് എന്ന സ്ഥലത്ത് 300 രൂപയ്ക്ക് പോൺ വീഡിയോസുകൾ വിൽക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പോൺ വീഡിയോസുകൾ CD-കളിൽ വിൽക്കുക എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഈ 300 രൂപയ്ക്ക് വിൽക്കുന്ന വീഡിയോസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ വീഡിയോസുകളിലുള്ള 27 സ്ത്രീകളും ആ ഗ്രാമത്തിലുള്ളവരായിരുന്നു. അങ്ങനെ കംപ്ലൈന്റ് കിട്ടിയ ഉടനെ തന്നെ പോലീസ് അവിടേക്ക് വളരെ രഹസ്യമായി പോവുകയും ഒരു CD വാങ്ങുകയും ചെയ്തു. പോലീസുകാർ ഈ വീഡിയോസുകളെല്ലാം പ്ലേ ചെയ്തപ്പോൾ ആ വീഡിയോസുകളിൽ മാറി മാറി വരുന്ന 27 യുവതികളും ആ ഗ്രാമത്തിലുള്ളതാണെന്ന് തെളിഞ്ഞു. എന്നാൽ അതിലുള്ള പുരുഷൻ ഒരാൾ മാത്രമായിരുന്നു. അങ്ങനെ ആ വ്യക്തി ആരാണെന്ന് പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ആ നാട്ടിലെ ശിവരാജ് എന്ന ഒരു വട്ടിപ്പലിശക്കാരനാണെന്ന് കണ്ടെത്തി. പലിശക്ക് പണം കൊടുക്കുന്ന ഈ ശിവരാജും ഈ 27 സ്ത്രീകളും തമ്മിൽ എന്തായിരുന്നു ബന്ധം? എന്തിനാണ് 300 രൂപയ്ക്ക് ഈ CD-കൾ വിൽക്കപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ പിറകിലായിരുന്നു പോലീസുകാർ. 42 വയസ്സുള്ള ശിവരാജിന് ധർമ്മരാജ് എന്ന വിളിപ്പേര് കൂടിയുണ്ട്. ധർമ്മരാജ് ലത എന്നു പേരുള്ളയാളെ കല്യാണം കഴിക്കുകയും 8 വർഷത്തിന് ശേഷം പിരിയുകയും ചെയ്തു. പിന്നീട് വീണ്ടും അയാൾ വേറൊരു കല്യാണം കഴിച്ചു. പൊതുവെ ധർമ്മരാജ് സ്ത്രീ വിഷയത്തിൽ അത്ര മാന്യല്ല എന്ന് അറിയാൻ സാധിച്ചു. ധർമ്മരാജിന് മലയടിവാരത്ത് ഒരു വലിയ വീടുണ്ട്. ധർമ്മരാജ് പൊതുവെ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. അതും ആ ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം. ഇവരോട് തന്റെ ആ വലിയ വീട്ടിലേക്ക് വരാനും ഇയാളോട് സഹകരിച്ചാൽ പലിശയും മുതലും ഒഴിവാക്കി തരാമെന്നും പറയുന്നു. അങ്ങനെയാണ് ആ 27 സ്ത്രീകളും ആ വലിയ വീട്ടിലേക്ക് പോയത്. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരാരും അറിയാതെ വീഡിയോ പകർത്തുകയും ചെയ്യും. അതായിരുന്നു അയാളുടെ പതിവ്. 27 വീട്ടമ്മമാരുടെ വീഡിയോകൾ മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ എങ്കിലും 68ഓളം സ്ത്രീകളെ ഇയാൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം ഈ വീഡിയോകളെല്ലാം കണ്ട് അയാൾ സ്വയം ആനന്ദം കണ്ടെത്തിയിരുന്നു. ഇയാൾ ഇങ്ങനെ രഹസ്യമായി പകർത്തിയിരുന്ന വീഡിയോസുകൾ അയാളുടെ ഫോണിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഒരു ദിവസം ധർമ്മരാജിന്റെ ഫോൺ ഹാങ് ആയി. അപ്പോൾ തന്നെ അയാൾ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയും സർവീസ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള ഒരു പയ്യനാണ് ഈ വീഡിയോസുകളെല്ലാം കാണുന്നത്. അപ്പോൾ തന്നെ ആ വീഡിയോസുകൾ തന്റെ ഫോണിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ധർമ്മരാജിനെ ഫോൺ വിളിക്കുകയും താങ്കളുടെ വീഡിയോസുകളെല്ലാം എന്റെ പക്കലുണ്ടെന്നും അറിയിച്ചു. എനിക്കൊരു വലിയ തുക വേണമെന്നും അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ നാട്ടുകാരെ അറിയിക്കുമെന്നും പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ശിവരാജ് ആ യുവാവിനെ തന്റെ ബംഗ്ലാവിലേക്ക് വിളിക്കുകയും പണം തരാമെന്നും പറഞ്ഞു. എന്നാൽ ശിവരാജിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ബംഗ്ലാവിലേക്ക് വന്ന യുവാവിനെ അയാൾ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ആ യുവാവ് അവിടെ നിന്ന് കുതറിമാറി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ യുവാവിന് ധർമ്മരാജിനോട് കടുത്ത പകയായി. അങ്ങനെയാണ് ആ CD-കൾ 300 രൂപയ്ക്ക് ആ ഗ്രാമങ്ങളിൽ സുലഭമായി കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ അവസാനം പോലീസ് ആ യുവാവിനെയും ധർമ്മരാജിനെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ ചോദ്യം ചെയ്യലിനിടയിൽ ധർമ്മരാജ് ആ വീഡിയോസുകളെല്ലാം എന്റേതല്ല എന്ന് വാദിച്ചു. ആ വീഡിയോസുകളിൽ കണ്ടിട്ടുള്ള ചുമരുകളും മറ്റു ഭാഗങ്ങളും പോലീസുകാർ കണ്ടുറപ്പിക്കുകയും ഈ വീട് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോൾ വർഷം 2026 AI കാലഘട്ടം. ഇപ്പോഴും പല സ്ത്രീകളുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ പല സൈറ്റുകളിലും നിങ്ങൾ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാമുകളിലും വിൽക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. ഫോണുകൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഡാറ്റകൾ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.